നന്മ 24ലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃക്കാക്കരയിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം. ആഴ്ചകളായി തൃക്കാക്കരയുടെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം എത്തുന്നില്ല. ചില പ്രദേശങ്ങളിൽ മാസങ്ങളായി. പുതിയൂർ പ്രദേശത്ത് 19ാം ഡിവിഷനിലെ കുടുംബശ്രീ പ്രവർത്തകർ ഇന്ന് തൃക്കാക്കര വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. ഈ ഉപരോധ സമരത്തിൽ തൃക്കാക്കര നഗരസഭയുടെ 19ാം വാർഡ് കൗൺസിലറും തൃക്കാക്കര നഗരസഭ ചെയർപേഴ്സണുമായ രാധാമണിപ്പിള്ള കൂടി ചേർന്നു. തുതിയൂർ പ്രദേശത്തെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിനുള്ള നടപടി അടിയന്തരമായും കൈക്കൊള്ളാമെന്നും അതിനുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാമെന്ന് വാട്ടർ അതോറിറ്റി ഉറപ്പു നൽകി. തൃക്കാക്കരയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. അതിന് കാരണം കാക്കനാട് ആകെ ഒരു വാട്ടർ ടാങ്കേ ഉള്ളൂ. ഓലിമുകൾ ജംഗ്ഷനുള്ള ഒരു വാട്ടർ ടാങ്കിൽ നിന്നാണ് തൃക്കാക്കരയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തുന്നത്. കാക്കനാടിന്റെ ഒരു പ്രത്യേകത ഉയർന്നും താന്നും ഉള്ള സ്ഥലങ്ങളായതുകൊണ്ട് ഒരേ സമയത്ത് എല്ലാ ദിക്കിലേക്കും വെള്ളം തുറന്നു വിട്ടു കഴിഞ്ഞാൽ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം കിട്ടാത്ത ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് 4 ദിവസം കൂടുമ്പോഴാണ് മിക്കവാറും പ്രദേശങ്ങളിലേക്ക് പമ്പിംഗ് ഉണ്ടാകുക. 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം കൂടുമ്പോൾ വെള്ളം കിട്ടാറുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ ആഴ്ചകളോളം വെള്ളം കിട്ടാത്ത ഒരു സ്ഥിതി ഇപ്പം സൂചിപ്പിച്ചതുപോലെ മാസങ്ങളായി വെള്ളം കിട്ടാത്ത പ്രദേശങ്ങളും കാക്കരയിലുണ്ട്. ഇതിനൊരു പരിഹാരം അടിയന്തരമായും കാണേണ്ടതുണ്ട്. ഇടച്ചിറ ഭാഗത്ത് മറ്റൊരു ടാങ്കും അതുപോലെ തന്നെ തുതിയൂർ പ്രദേശത്ത് പുതിയൊരു ടാങ്കും സ്ഥാപിക്കുകയാണെങ്കിൽ അതിലേക്ക് പമ്പ് ചെയ്ത് ആ പ്രദേശത്ത് എല്ലാം വെള്ളം എത്തിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തൃക്കാക്കരയിലെ ഈ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണാൻ സാധിക്കും. ഇതുവരെയും അതിനുള്ള നടപടിക്രമങ്ങൾ നമ്മളുടെ നഗരസഭയുടെ നിന്നാണെങ്കിലും MLA ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ MP ഭാഗത്തു നിന്നൊക്കെ ഇതുപോലെയുള്ള പ്രത്യേകം IT നഗരമാണ് തൃക്കാക്കര. ഈ തൃക്കാക്കരയിൽ കുടിവെള്ളമില്ലാത്ത അതിരൂക്ഷമായ ഒരു സാഹചര്യമാണ് തൃക്കാക്കരയിലുള്ളത്. കിൻഫ്ര കുടിവെള്ള പദ്ധതി അതിന് തുടക്കം കുറിച്ചായിരുന്നു. അതിന്റെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ ആരംഭിച്ചു. തൃക്കാക്കര ഇൻഫോ പാർക്ക് IT മേഖലയിലേക്ക് അതുപോലെ തന്നെ കിൻഫ്ര പ്രദേശത്തേക്കൊക്കെ വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി പൈപ്പിടുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. അപ്പോൾ ചില രാഷ്ട്രീയ കക്ഷികൾ അതിനെതിരെ പ്രതികരിക്കുകയും അത് തടസ്സപ്പെടുത്തുന്ന ഒരു സ്ഥിതിയുമുണ്ട്. മറ്റൊരു ആരോപണം ഇത് കുടിവെള്ള ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന ലോബിയാണ് ഇതിന്റെ പുറകിൽ ഇതുമായി ബന്ധപ്പെട്ട തടസ്സം നിൽക്കുന്നതിന്റെ കാരണം എന്നാണ് ചില കോണുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ മൗലിക അവകാശമാണ് കുടിവെള്ളം. തീർച്ചയായും ഈ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ അടിയന്തരമായും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24.